ഇതായിരുന്നു ഞങ്ങൾ ബാങ്കോക്കിൽ കാവോസൺ റോഡിൽ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ റിസപ്ഷൻ. ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹോട്ടലിലെ ചെക്കിംഗ് ടൈം 2 മണിയാണ്. അപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു ഏർലി ചെക്കിങ് നടത്താൻ കഴിയുമെന്ന് ആവശ്യപ്പെട്ട അവരൊരു വലിയൊരു സംഖ്യയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ചെക്കിങ് വേണ്ട, നമുക്കൊരു ഫ്രഷ് ആവാനുള്ളൊരു സൗകര്യം ഒരുക്കി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ പുറത്ത് ബാത്റൂമും ഫ്രഷ് ആവാനുള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ ലഗേജ് വെക്കാനും പ്രത്യേക ഒരു റൂം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നമ്മളെ ലഗേജ് പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മളവിടെ ബാത്റൂമിലേക്ക് പോയി ഒന്ന് ജസ്റ്റ് ഫ്രഷായിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ്. കാരണം 10 മണി ആയതേ ഉള്ളൂ. അപ്പോൾ 2 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫ്രഷായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് ചെക്കിങ് ടൈം ആവും. അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് ഗോൾഡൻ ബുദ്ധയിലേക്ക് അവിടെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഗോൾഡൻ ബുദ്ധയിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചു. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളൊരു ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് ഗോൾഡൻ ബുദ്ധയിലേക്ക് പോയത്. ടുക്ടുക്കൊക്കെ പുറത്തുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു അവർ പറഞ്ഞത്. അതിനേക്കാളും ചീപ്പ് റേറ്റിന് നമുക്ക് ഗ്രാബ് ടാക്സി കിട്ടി. ഏകദേശം ഒരു 50 തായ്വാത്താണ് നമുക്ക് ഗ്രാബ് ടാക്സിയിൽ അവിടെ ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയം നമ്മൾ ഗോൾഡൻ ബുദ്ധേൻ്റെ ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 തായ്വാത്താണ് ഗോൾഡൻ ബുദ്ധയിലേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ. നമ്മളവിടെ എത്തിയ സമയത്ത് അവിടെ പുറത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഗോൾഡൻ ബുദ്ധ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് ആ പ്രാർത്ഥനയിലും കൂടെ ഒന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെമ്പിളിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ചെരുപ്പുകളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെരുപ്പ് വെച്ചിട്ട് ടെമ്പിളിനകത്തേക്ക് കയറാൻ പോവാണ്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് മരപ്പലക കൊണ്ട് ഒരു വഴി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അകത്തേക്ക് അവർ. ഇതാണ് ലോക പ്രശസ്തമായ ഗോൾഡൻ ബുദ്ധ, മുഴുവൻ സ്വർണ്ണത്തിൽ നിർമ്മിച്ച ബുദ്ധപ്രതിമ. ഇത് ഏകദേശം 5.5 ടൺ പ്യുവർ ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളിഡ് ഗോൾഡ് സ്റ്റാച്ചു ആണിത്. ഒരു കാലത്ത് ഈ പ്രതിമ ഒരു പ്ലാസ്റ്റർ കൊണ്ട് കവർ ചെയ്തിരുന്നു. പിന്നീട് അത് ആക്സിഡൻറ്റിൽ പൊട്ടിപ്പോയപ്പോഴാണ് അകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയത്. അവർ യുദ്ധം വന്നപ്പോഴോ മറ്റപ്പോഴോ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കവർ ചെയ്തതായിരിക്കാം ഈ പ്ലാസ്റ്റർ കൊണ്ട്. ടെമ്പിളിനകത്തുള്ള ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുള്ളാണ്. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെ ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മോർണിംഗിലാണ്. മോർണിംഗിലാണെങ്കിൽ റഷ് കുറവായിരിക്കും, ചൂട് കുറവായിരിക്കും. അത്യാവശ്യം നല്ലൊരു ആംബിയൻസിൽ തന്നെ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് പോകാം. ഇതിനകത്ത് ഒരുപാട് കരകൗശല വസ്തുക്കളുണ്ടായിരുന്നു, അത് വിൽപ്പന നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. കൂടുതലും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ബുദ്ധ പ്രതിമകളായിരുന്നു. ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൽ നമ്മൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ് കോഡ്. നമ്മൾ ഷോൾഡർ മറിഞ്ഞിരിക്കുന്ന രീതിയിൽ, കാൽമുട്ടും മറിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വേണം നമ്മൾ ഈ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ സന്ദർശിക്കാൻ. ടെമ്പിളിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡാണ്, പക്ഷേ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റായിട്ട് വേണം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കുന്നതിനും. ടെമ്പിളിനകത്ത് ഫോണെല്ലാം മാറ്റി വെച്ച് കുറച്ച് നേരം പ്രാർത്ഥനയിൽ മുഴുകിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. 3 മീറ്റർ ഉയരം, 5.5 ടൺ സ്വർണം. ഇതാണ് ബാങ്കോക്കിലെ ഗോൾഡൻ ബുദ്ധ. ലോകത്തിലെ തന്നെ ഏറ്റവും വിലമതിക്കാനാവാത്ത സേക്രഡ് ഒബ്ജക്റ്റായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും ഇടം നേടിയിട്ടുണ്ട് നമ്മളുടെ ഈ ഗോൾഡൻ ബുദ്ധ. അഞ്ച് 5 ടൺ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ വിലയൊക്കെ നോക്കിയാൽ ഏകദേശം ഒരു 8000 കോടിയോളം രൂപ വില വരും ഈ ഒറ്റ ബുദ്ധ പ്രതിമയ്ക്ക്.ลำดับนี้ขอเรียนเชิญท่านประธานอาวุโสเครือเจริญพบกับท่านโปรยข้าวต่อดอกไม้ที่เอาเหรียญออกหล่อพระมหา
พุทธมหาสุบัติเจริญพบทรัพย์ท่านประธานสุภกิจเจียรวนนท์คุณสุภชัยเจียรวนนท์ഇവിടുത്തെ എന്തോ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങാണെന്ന് മാത്രം മനസ്സിലായി. കുറച്ച് സമയം അവിടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ ചുറ്റുമുള്ള മറ്റ് കാഴ്ചകളിലേക്ക് പോയത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമുക്ക് പോകാൻ സമയമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ഗ്രാബ് ടാക്സി വിളിച്ചിട്ടാണ് തിരിച്ച് നമ്മൾ താമസിക്കേണ്ട റൂമിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. തായ്ലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന 2 മൊബൈൽ ആപ്ലിക്കേഷനുകളാണ്, ഒന്ന് ഗ്രാബും ഒന്ന് ബോൾട്ടും. ഇത് രണ്ടും നമുക്ക് ഓൺലൈനായിട്ട് ടാക്സി ബുക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകളാണ്. ഇതിൽ തന്നെ ബോൾട്ടാണ് എനിക്ക് ഗ്രാബിനേക്കാളും കുറച്ചും കൂടെ ചാർജ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്തത് ബോൾട്ട് ടാക്സി ഉപയോഗിച്ചിട്ടാണ്. ഭയങ്കര എക്കണോമിക്കായിട്ട് വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പുറത്ത് കാണുന്ന എല്ലാ കാഴ്ചകളും ഞങ്ങൾക്ക് പുതിയതായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിയത്. രാവിലെ നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 മണിയായി കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം, ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂം. ബാങ്കോക്കിൽ കാവോസൺ റോഡിൽ ഡാങ്ഡ എന്നും പറഞ്ഞിട്ടുള്ള ഹോട്ടലാണിത്. ഞങ്ങളിവിടെ 2 നൈറ്റ് സ്റ്റേ ഉണ്ട്. ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ചാർജ് വന്നത് 1700 രൂപയാണ് നമുക്ക് ചാർജ് വന്നത്. ഇത് കാവോസൺ റോഡിൽ തന്നെ, കാവോസൺ റോഡ് തുടങ്ങി കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഒരു ഹോട്ടലാണ്. റൂമിൽ വലിയൊരു സ്പേസ് ഇല്ലെങ്കിലും ഉള്ളത് അവർ നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തി ഉണ്ടായിരുന്നു, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അധികം റൂമിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ആണ് ഇങ്ങനത്തെ ഒരു റൂം എടുത്തത്. നമുക്ക് ജസ്റ്റ് രാത്രി കുറച്ച് സമയം കിടന്നുറങ്ങുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം നമ്മൾ പുറത്തെ കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് തായ്ലൻഡിൽ വന്നത് തന്നെ. അതുകൊണ്ട് ഈ റൂം ഞങ്ങൾക്കൊരു മോശമായിട്ട് എന്തായാലും തോന്നിയില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. റൂമിൽ എന്തായാലും ഫോൺ ഉണ്ടായിരുന്നു, TV ഉണ്ടായിരുന്നു, കെറ്റിലുണ്ടായിരുന്നു, 2 ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ ഒരു ലോക്കർ ഉണ്ടായിരുന്നു, അത്യാവശ്യം വാഷ് ബേസ് ഉണ്ട്. ബാത്റൂം തന്നെ ആണെങ്കിൽ തന്നെ നല്ല വൃത്തിയുള്ള ബാത്റൂമും തന്നെയായിരുന്നു. റൂമെത്തി ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വേണം അടുത്ത കാഴ്ചകളിലേക്ക് പോകാൻ. തായ്ലൻഡിലെ പുതിയ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.